ശ്രീ മോഹൻ വർഗീസ്, നോക്കൂ, കൺസിസ്റ്റൻസി എന്നത് BJPയെ സംബന്ധിച്ച് NDA സംബന്ധിച്ച് ഒരു പ്രശ്നമല്ലേ? നമുക്കറിയാം 2003 അവർക്ക് NDAയുടെ ആദ്യത്തെ MP ഇവിടെ ഉണ്ടാകുന്നത്. പിന്നീട് ഒരു MP എന്നത് തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ ജയത്തോടു കൂടിയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ എത്ര വർഷത്തെ ഗ്യാപ്പ് അതിനിടയിൽ ഉണ്ടായിട്ടുണ്ട്? നിയമം പിടിച്ചു, അക്കൗണ്ട് തുറന്നു, പക്ഷേ ആ അക്കൗണ്ട് നിലനിർത്താൻ കഴിയാതെ പോയ സാഹചര്യമുണ്ട്. പന്തളം ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയതാണ്. പാലക്കാട് കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ പറ്റിയില്ല എന്നൊരു സാഹചര്യമുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്ത് എത്തുന്നു. തിരുവനന്തപുരത്ത് പക്ഷേ അവർ കൺസിസ്റ്റൻ്റ് ആണ്. കഴിഞ്ഞ 2 ടേം അവർ പ്രതിപക്ഷത്തിരുന്നു. ഇപ്പോൾ ഭരണത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. അപ്പോൾ കൺസിസ്റ്റൻസി BJPയെ സംബന്ധിച്ച് കേരള രാഷ്ട്രീയത്തിൽ ഒരു പ്രശ്നമാണോ? തീർച്ചയായും കൺസിസ്റ്റൻസി വളരെ വളരെ ആഴത്തിൽ വിലയിരുത്തപ്പെടേണ്ട ഒരു കാര്യമാണ്. ഈ കൺസിസ്റ്റൻസി സാധ്യമാകണമെങ്കിൽ ത്രഷ് ഹോൾഡ് പവർ ആകണം. BJP ഒരിക്കലും കേരളത്തിൽ ഒരു ഉമ്മറപ്പടിയിൽ, അധികാരത്തിൻ്റെ ഉമ്മറപ്പടിയിൽ എത്തി നിന്നിട്ടില്ല. അത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മെച്ചപ്പെട്ട പ്രകടനങ്ങൾ കാഴ്ചവെച്ചു, ചില വിജയങ്ങളുണ്ടായി. അത് 2001 IFDP കാൻഡിഡേറ്റായി PC തോമസ് വിജയിച്ചു വരുന്നു. അത് BJPയുടെ ഒരു സഖ്യകക്ഷിയാണ്. അതാണ് ആദ്യമായി കേരളത്തിൽ NDA മുന്നണി ജയിക്കുന്നത്. താമരയല്ല അവിടെ വിരിഞ്ഞത്, അദ്ദേഹത്തിൻ്റെ ചിഹ്നമാണ് അവിടെ വിരിഞ്ഞത്. അതൊരു പ്രത്യേക സാഹചര്യത്തിൽ സംഭവിച്ച ഒരു വിജയമാണ്. NDAയുടെ അതെ, താമരയല്ല വിരിഞ്ഞത്, അവിടെ NDAയുടെ ഒരു MP ഉണ്ടായി. അത് ഒരു കാൽ നൂറ്റാണ്ട് മുമ്പ് സംഭവിച്ചതാണ്. അത് അന്നത്തെ ഒരു പ്രത്യേക സാഹചര്യമാണെങ്കിൽ പോലും നോക്കണം, അന്നത്തെ മൂവാറ്റുപുഴ ലോക്സഭാ മണ്ഡലം ക്രൈസ്തവ വിഭാഗങ്ങൾ ഉൾപ്പെടെ കാര്യമായ സ്വാധീനമുള്ള ഒരു വിഭാഗമാണ്. ഇന്ന് ആ ലോക്സഭാ മണ്ഡലമില്ല, പുനഃസംഘടനയിൽ അത് മാറി മറ്റ് മണ്ഡലങ്ങളുടെ പേരിൽ ചേർക്കപ്പെട്ടു. അപ്പം അവിടെ വളരെ സാവകാശം കേരളത്തിൻ്റെ പല ഇടങ്ങളിൽ BJP വളർച്ച രേഖപ്പെടുത്തി. പക്ഷേ ആ BJPക്ക് ലഭിക്കുന്ന ഒരു 15 മുതൽ 20% വോട്ട് ഷെയർ അതിനെ സീറ്റായി മാറ്റി എടുക്കണം എങ്കിൽ അത് ത്രഷോൾഡിലല്ല. 25 എന്ന് പറയുന്നത് ഏതാണ്ട് ഉമ്മറപ്പടിയിൽ എത്തി നിൽക്കുന്നു. അതിൽ നിന്നും 30ലേക്ക് പോയി കഴിഞ്ഞാൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകും. പക്ഷേ ഇതൊരു 2 ഹോഴ്സ് റേസാണ്, ഒരു ബൈപോളാറിറ്റിയാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയം. UDF LDF UDF LDF ഇത് മാറി മാറി വരുന്നു. അപ്പോൾ LDF ഗവൺമെൻറ്റിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരത്തിൻ്റെ സംസ്ഥാന തലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബെനിഫിഷ്യറി അത് UDF സംവിധാനം തന്നെയാണ്. അത് എക്കാലത്തും അങ്ങനെ തന്നെയാണ്. UDF ഭരിക്കുമ്പോൾ അത് BJP അല്ല, അത് LDF ആണ്. അപ്പോൾ ഇതിനുള്ളിൽ നിന്നുകൊണ്ട് BJPക്ക് ഒരു മൂന്നാമത്തെ കക്ഷിക്ക് ശക്തമായി രംഗത്ത് വരണമെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഇതിന് സമാനമായി കേസുകൾ പറയാൻ സാധിക്കുന്നത് ഒരു കൃത്യം ബൈപോളാറിറ്റി അല്ലെങ്കിൽ പോലും അവിടെ ഒറീസയിൽ അത് സംഭവിച്ചു, മഹാരാഷ്ട്രയിൽ സംഭവിച്ചു. ഇവിടൊന്നും ഒന്നാം കക്ഷിയായിരുന്നില്ല BJP. ഉത്തർപ്രദേശിൽ പോലും ഒന്നാം കക്ഷി ആയിരുന്നില്ലല്ലോ. അവിടെ ജനതാ പരിവാർ, ജനതാദളുകൾ, കോൺഗ്രസും ജനതാ പാർട്ടിയും അല്ലെങ്കിൽ ജനതാദളുകൾ ഉണ്ടായിരുന്നൊരു സ്ഥലമാണ്. ബീഹാറിലാകട്ടെ, ഉത്തർപ്രദേശിലാകട്ടെ, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഗുജറാത്ത്, ഹരിയാന ഒഴിച്ചു നിർത്തിയാൽ മറ്റിടങ്ങളിലൊക്കെ 3ാം സ്ഥാനത്ത് നിന്നുമാണ് BJP. കർണാടകത്തിൽ പോലും 3ാം സ്ഥാനത്ത് നിന്ന് പിന്നീട് വെട്ടിക്കേറി 1ാം സ്ഥാനത്തേക്ക് വരികയും ഒരിക്കൽ ഇൻകംബൻസിയിൽ എത്തിക്കഴിഞ്ഞാൽ, അധികാരത്തിലെത്തിക്കഴിഞ്ഞാൽ BJPയുടെ പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിലെങ്കിലും ട്രാക്ക് റെക്കോർഡ് അനുസരിച്ച് അധികാരം പിന്നെ അപൂർവമായിട്ട് മാത്രമേ നഷ്ടപ്പെട്ടിട്ടുള്ളൂ. മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും അധികാരം നഷ്ടപ്പെട്ടു ഒരിക്കൽ, അത് ശരിയാണ്. പക്ഷേ മറ്റ് ഗുജറാത്തിൽ കൺസിസ്റ്റൻ്റ്ലി അധികാരത്തിലിരിക്കുകയാണ്. ഒരുപാട് സ്ഥലത്ത് കൺസിസ്റ്റൻ്റായിട്ട് BJPക്ക് അധികാരത്തിലിരിക്കാൻ കഴിയുന്നത് ഇൻകംബൻസി അഡ്വാൻറ്റേജിനെ ഫേംലി എൻട്രൻസ് ചെയ്യാനുള്ള ഉപാധിയായി BJP മാറ്റിയെടുത്തു. കാരണം വികസന പദ്ധതികൾ അത് പൊതുവെ പ്രഖ്യാപിക്കുന്നതാണ്. പണം യഥാർത്ഥത്തിൽ നേരിട്ട് ജനങ്ങളുടെ അക്കൗണ്ടിൽ എത്തുന്ന രീതിയിലുള്ള പുതിയ ഒരു രീതിശാസ്ത്രമാണ് ഇപ്പോൾ BJP പയറ്റുന്നത്. അതിൻ്റെ പേറ്റൻസി യഥാർത്ഥത്തിൽ BJPക്ക് അല്ല കേട്ടോ. അത് DMK ADMK സർക്കാരുകൾ തമിഴ്നാട്ടിൽ പരമ്പരാഗതമായി പയറ്റിയിരുന്ന ഒരു തന്ത്രമാണ്. ഇപ്പോൾ അത് വളരെ പെർഫെക്റ്റായിട്ട് BJP ഉപയോഗിക്കുന്നു. അതുകൊണ്ട് ഒരിക്കൽ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നീട് ആ ഇടങ്ങളിൽ നിന്നും ഭാരതീയ ജനതാ പാർട്ടിയെ നിഷ്കാസനം ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്ന് സമീപകാല ചരിത്രം തെളിയിക്കുന്നു. ഇനി നോക്കൂ, തിരുവനന്തപുരത്തേക്ക് വരാം. ഇപ്പോൾ നമ്മൾ ഈ ചർച്ച മുഴുവൻ തിരുവനന്തപുരം കോർപ്പറേഷൻ BJP ഭരണത്തിലെത്തിക്കഴിഞ്ഞു. ശ്രീ VV രാജേഷ് മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ നിർഭരമായ വാക്കുകളാണ്. അദ്ദേഹത്തിന് എല്ലാ ആശംസകളും നേരുന്നു. അതേസമയം BJPയുടെ സാധ്യത ഇങ്ങനെയാണ്: വലിയ രീതിയിൽ കേന്ദ്രത്തിൽ നിന്നുമുള്ള ഫണ്ടിങ് അത് റൂട്ട് ചെയ്യുന്നത് ഏത് രീതിയിലാണ്, സംസ്ഥാന ഗവൺമെൻറ് വഴിയാണോ മറ്റു രീതിയിലാണോ, അത് മറ്റൊരു കാര്യം. പക്ഷേ പ്രധാനമന്ത്രി
ഒരു മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു 50 ദിവസത്തിനുള്ളിലെങ്കിലും കേരളത്തിൽ വരും. വലിയ ആഘോഷമായി വൻപൻ ഒപ്റ്റിക്സാണ് അവിടെ ഒരുങ്ങാൻ പോകുന്നത്. ഇതൊരു വലിയ ഷോക്കേസ് ചെയ്യാൻ കിട്ടുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനും അതുപോലെ വി രാജേഷിനും പാർട്ടിക്ക് ആകമാനവും വലുതായ രീതിയിൽ ആ പാർട്ടിയെ ഒരു പാൻ കേരള അടിസ്ഥാനത്തിൽ പ്രൊജക്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഷോക്കേസ് ചെയ്യാനും തിരുവനന്തപുരത്തേക്ക് അനുവദിക്കുന്ന വൻപൻ പദ്ധതികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കയ്യും വീശിയാണ് തിരുവനന്തപുരത്ത് എത്താൻ പോകുന്നതെന്ന് ഞാൻ കരുതുന്നില്ല. അത് സാമാന്യ ബുദ്ധിയുള്ള ആരും കരുതുന്നില്ല. വലിയ ഒരു സമ്മാന പെരുമഴ അല്ലെങ്കിൽ പാക്കേജ്, തിരുവനന്തപുരം പാക്കേജ് എന്ന രൂപത്തിലൊക്കെ ആ പാക്കേജ് അഴിക്കുമ്പോൾ, ആ പാക്കറ്റ് അഴിക്കുമ്പോൾ എന്തെല്ലാം അത്ഭുതങ്ങളാണ്. ഇത് നോക്കി കേരളത്തിലെ ജനങ്ങൾ ആകമാനം മാറി ചിന്തിക്കും എന്നാണ് BJP ധരിക്കുന്നതെങ്കിൽ അത് പൂർണ്ണമായി ശരിയാക്കണമെന്നില്ല. പക്ഷേ ഒരുപാട് ഫെൻസിറ്റ് ചിന്തിക്കും. നോക്കൂ, BJPക്ക് തിരുവനന്തപുരത്തെ വോട്ടർമാർ ഒരവസരം നൽകി. നോക്കൂ ഏത് രൂപത്തിലാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടിങ് ഇവിടെ വന്നിരിക്കുന്നത്. എന്നാൽ തങ്ങൾക്കും ഒന്ന് മാറി ചിന്തിച്ചുകൂടെ എന്ന് ചിന്തിക്കാൻ ഒരുപക്ഷെ ചെറിയൊരു വിഭാഗം കേരളീയരെങ്കിലും തയ്യാറാകും. പക്ഷേ അവിടെയും അർബൻ വോട്ടുകളാണ്. നോക്കൂ, അത്ഭുതകരമായ വളർച്ചയാണ് BJP കോഴിക്കോട് കൈവരിച്ചത്. 14 സീറ്റിലേക്കാണ് BJP കോഴിക്കോട് വളർന്നത്. അത് വലിയൊരു പ്രതീക്ഷയാണ്. കൊല്ലത്ത് കാര്യമായ പ്രതീക്ഷയുണ്ടായിരുന്നില്ല. അവിടെയും ഡബിൾ ഡിജിറ്റ് 11 സീറ്റുകളാണെന്ന് തോന്നുന്നു. 11 ഡിവിഷനുകളിൽ BJP ജയിച്ചു വരുന്നു. അതുകൊണ്ട് തൃശ്ശൂർ ഈ 10-11 സീറ്റുകൾ ഉണ്ടായിരുന്നതിൽ നിന്നും 8ലേക്ക് കുറയുന്നു. അല്ലെങ്കിൽ സുരേഷ് ഗോപിക്ക് അവിടെ മുൻതൂക്കം ലഭിച്ചത് 36ഓളം സീറ്റിലാണ്. 56 സീറ്റിൽ 35-36 സീറ്റുകളിൽ വാർഡുകളിൽ ഭൂരിപക്ഷമുണ്ടായിരുന്നു, മേൽക്കൈയുണ്ടായിരുന്നു. അത് കേവലം 8ആയി ചുരുങ്ങി എന്നത് അതും BJP കണ്ടു തുറപ്പിക്കേണ്ടതാണ്. പൊതുവെ തൃശ്ശൂർ മാറ്റി നിർത്തിയാൽ പൊതുവെ അർബൻ മേഖലകളിൽ BJP പറയുന്ന വികസന രാഷ്ട്രീയം അത് കുറേയൊക്കെ യേശുന്നുണ്ട് എന്ന് കരുതണം. പക്ഷേ കേരളം പിടിക്കണമെങ്കിൽ അത് മാത്രം പോരാ എന്ന് രേണുക നമുക്ക് മനസ്സിലാക്കണം. റൂറൽ കേരള അതിലേക്ക് പെനിട്രേറ്റ് ചെയ്യണമെങ്കിൽ ഓർഗനൈസേഷൻ സംവിധാനം വേണം, വൈകാരികമായൊരു വിഷയം വേണം. 2019 സംഭവിച്ചത് ശബരിമല ആചാര സംരക്ഷണ അത് BJP ഏതാണ്ട് സിംഗുലർലി അതിൻ്റെ കുന്തമുനയായി മാറി. ശബരിമല ആ ഒരു പ്രക്ഷോഭത്തിൽ അങ്ങനെ ഒരു പ്രക്ഷോഭം വന്നു. അതിൻ്റെ ഫലമായിട്ടാണ് പെട്ടെന്ന് തന്നെ വോട്ട് ഷെയർ വലിയ തോതിൽ ഉയർത്താൻ കഴിഞ്ഞത് 2019. അപ്പോൾ ആ നേട്ടം പിന്നീട് കൈവരിക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് ഉണ്ടായത് 2024 പ്രത്യേക സാഹചര്യത്തിൽ 2024 ഏതാണ് സമാനമായ നേട്ടം BJPക്ക് ലോക്സഭയിൽ കൈവരിക്കാനായി. പക്ഷേ ഒരിക്കൽ പോലും സംസ്ഥാന നിയമസഭയിലും അല്ലെങ്കിൽ തദ്ദേശ ഭരണത്തിലും ഒരു 15 എന്ന് പറയുന്ന ഒരു ത്രഷോൾഡൊന്നും കടന്നു പോകാനായിട്ടില്ല. 15 എന്ന് പറയുന്നത് ഒരിക്കലും ഉമ്മറപ്പടിയിൽ എത്തിയിട്ടില്ല. അത് 24-25% തന്നെയാണ് ഉമ്മറപ്പടി. അവിടെ BJPക്ക് ഏറെ ഗൃഹപാഠം ചെയ്യേണ്ടതുണ്ട്. തിരുവനന്തപുരം ഷോക്കേസ് ചെയ്തുകൊണ്ട് അത് ചെയ്യാൻ സാധിക്കും എന്നായിരിക്കണം BJPയുടെ പ്ലാൻ. തീർച്ചയായും ഇവിടെ മോഹൻ വർഗീസ് ചൂണ്ടിക്കാട്ടിയതുപോലെ പ്രധാനമന്ത്രിയുടെ വരവ് എല്ലാവരും